ദിനു, ഇവിടെ വിദ്യാർത്ഥി സമരത്തെ പലതരത്തിൽ ചാപ്പ കുത്താം. ടുക്ഡെ ഗ്യാങ് ആണെന്ന് പറയാം. അങ്ങനെയാണ് 2016 വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ചിത്രീകരിച്ചത്. അതിന് ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിന്തുണയുണ്ടായിരുന്നു. പിന്നീട് കർഷക സമരം, അതിനു മുമ്പ് പൗരത്വ പ്രക്ഷോഭം. ഈ സമയങ്ങളിലൊക്കെ പലതരത്തിൽ കർഷക പ്രക്ഷോഭത്തിന് ഈ ഖലിസ്ഥാൻ വിഘടനവാദികളുടെ ചാപ്പ കുത്തിയെങ്കിൽ പൗരത്വ പ്രക്ഷോഭത്തിന് ഇസ്ലാമിസ്റ്റ് ചാപ്പ കുത്തി കൊടുത്തു. പക്ഷേ ഇപ്പോഴത്തെ പ്രക്ഷോഭം അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കളേഴ്സ് ഇല്ലാത്ത പ്രക്ഷോഭമാണ്. എല്ലാ ആശയധാരയിലുമുള്ള ആളുകൾ അതിലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ മുൻകാലത്തെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളെ അനായാസം ഇങ്ങനെ ടാഗ് ചെയ്ത് മാറ്റി നിർത്തിയതുപോലെ, എന്നിട്ട് അന്വേഷണ ഏജൻസികളെയും സർക്കാർ സംവിധാനങ്ങളെയും അവർക്ക് മേൽ ഉപയോഗിച്ചതുപോലെ എളുപ്പത്തിൽ ഈ പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാൻ കഴിയുമോ? ഇന്ത്യയുടെ ഒരു സെക്യുലർ ഫാബ്രിക്കിനകത്ത് BJP എത്രത്തോളം വിഷമായിട്ടുള്ള ഒരു പാർട്ടിയാണെന്നതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് ഇന്ന് അവിടെ BJPയുടെ സാമ്പിളായിട്ടിരിക്കുന്ന പത്മനാഭൻ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുള്ളതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഒരു കാലത്തും ഒരു ശാഖയ്ക്കകത്തും നമുക്ക് കാണാത്തത്ര ഇന്ത്യൻ പതാകകൾ ദേശസ്നേഹികളുടെ കുത്തക ഏറ്റെടുത്ത മനുഷ്യന്മാരാണല്ലോ. ഒരു കാലത്ത് ഒരു ശാഖയിലും വിളിക്കാത്ത ജയ്ഭീമും മഹാത്മാഗാന്ധിയെക്കുറിച്ചുമുള്ള മുദ്രാവാക്യങ്ങളും എല്ലാം ഒന്നിച്ച് വിളിക്കുന്ന ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടത്തുന്ന അനേകാര്യങ്ങളുള്ള ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമരത്തിനിടയിൽ അള്ളാഹുവിൻ്റെ പേര് ഒരിക്കൽ ഉച്ചരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ മതസ്ഥരും ബുദ്ധസന്യാസി തൊട്ട് ഇങ്ങോട്ടേക്ക് എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന ഒരു സമരവേദിയെ കുറിച്ചിട്ടാണ് വളരെ എളുപ്പത്തിൽ അതൊരു ഇസ്ലാമിക ഭീകരവാദ ഗ്രൂപ്പാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ പത്മനാഭന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അവർ ഒരിക്കൽ പോലും അക്കൗണ്ടബിലിറ്റിയെ കുറിച്ചോ ഇന്ത്യയിലെ അക്കാഡമിക് ഫ്രീഡത്തിനെ കുറിച്ചോ നീറ്റ് എക്സാമിൽ വന്ന പാളിച്ചകളെ കുറിച്ചോ ഒന്നും തന്നെ സംസാരിക്കില്ല. ആദ്യഘട്ടത്തിൽ അദ്ദേഹം സംസാരിച്ചത് ഏറ്റവും സുരക്ഷാ ഘട്ടത്തിലേക്ക് പോയതിന്റെ പ്രശ്നമാണ്. സമരം ചെയ്യുന്നവർ സമാധാനപരമായി സമരം ചെയ്യുന്നതിന് BJPക്ക് യാതൊരു പ്രശ്നവുമില്ലെന്നാണ്. രണ്ടാം ഘട്ടത്തിൽ ഉള്ളിൽ ഒളിച്ചത് എന്താണ്? അത് വായിലൂടെ തന്നെ പുറത്തു വന്നു. എങ്ങനെയാണ് കൃത്യമായി ഇന്ത്യയിലെ ജനാധിപത്യ സമരങ്ങളെ ഇവർ ഭയക്കുന്നതെന്നും അവയെ വർഗീയമായി ചാപ്പയടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും എന്നത് വളരെ കൃത്യമായി ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സോ BJP എങ്ങനെയാണ് ഡെവലപ്മെന്റ് പ്രശ്നങ്ങളെ, വിദ്യാഭ്യാസ പ്രശ്നങ്ങളെ നേരിടുന്നത് എന്നതിന്റെ പൊട്ടന്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഈ ചർച്ചയിൽ കാണാൻ വേണ്ടി സാധിക്കും. നോക്കൂ, ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒന്ന്, ധർമ്മേന്ദ്ര പ്രസാദ് അടക്കമുള്ള, നിർമ്മല സീതാരാമൻ അടക്കമുള്ള ഈ പറയുന്ന ഉന്നത വിദ്യാഭ്യാസവും അടക്കമുള്ള അനേകം വകുപ്പുകൾ കൈയടക്കുന്ന BJPയുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന്റെ എല്ലാവരുടെയും മക്കൾ പഠിക്കുന്നത് വിദേശത്താണ്. ആ വിദേശത്ത് പഠിക്കുന്നത് അവരുടെ ചോയ്സ് ആയിക്കോട്ടെ, അതിലെനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ ആ ചോയ്സ് അവരെടുക്കാൻ കാരണം എന്ന് പറയുന്നത് അവിടെ കൂടുതലായി ലഭിക്കുന്ന അക്കാഡമിക് ഫ്രീഡവും അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റിയും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരവും കൊണ്ടാണ് അന്യ ദേശത്തേക്ക് ദേശസ്നേഹികളായ ആളുകളുടെ മക്കൾ പോകുന്നത് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ആ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരമുണ്ടല്ലോ, അത് ഇന്ത്യയിലെ സാധാരണ കർഷകന്റെ കുട്ടിക്കും ലഭിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ ഓരോ തൊഴിലാളിയുടെ കുട്ടിക്കും അതേ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ളതാണ് നാം ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നത്. ഇന്ത്യയെക്കുറിച്ചുള്ള അക്കാഡമിക് ഫ്രീഡം ഇൻഡെക്സ് ലോകത്ത് 2026 പുറത്തിറക്കിയിട്ടുണ്ട്. ഫെഡ്രിച്ച് അലക്സാണ്ടർ യൂണിവേഴ്സിറ്റിയും വീഡം യൂണിവേഴ്സിറ്റിയുമാണ്. ഇനി ഇത് ഏതെങ്കിലും മുസ്ലിം പേരുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഇതേതോ മുസ്ലിം ഫണ്ടിങ്ങിലൂടെയാണെന്നും ചൈന പേരുള്ളതാണെങ്കിൽ ചൈന ഫണ്ടിങ്ങിലൂടെയാണെന്നും ഇപ്പൊ പത്മനാഭൻ വിളിച്ചു പറയുമല്ലോ. പക്ഷെ അത് രണ്ടുമല്ല, വീഡം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെയാണ്. ഈ ഗവേഷകർ നടത്തിയത് 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എത്രത്തോളം റിസർച്ചിനും ടീച്ചിങ്ങിനും ഫ്രീഡം ഉണ്ട്. 2, അക്കാഡമിക്കൽ ആൻഡ് ഫ്രീഡം കൾച്ചറൽ എക്സ്പ്രഷന് എത്രത്തോളം ഫ്രീഡവും ഔചിത്യവും ഉണ്ട്. 3, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓട്ടോണമി എത്രത്തോളം ഉണ്ടെന്ന്. 179 രാജ്യങ്ങളെ പഠിച്ചതിൽ നമ്മുടെ രാജ്യം നിൽക്കുന്നത് 156ാമത്തെ സ്ഥാനത്താണ്. 10-20% ബോട്ടം ലൈനിലേക്കാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ ഇവർ തകർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. ഈ അക്കാഡമിക ഫ്രീഡം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും സുപ്രധാനമായ ഒന്നാമത്തെ പ്രശ്നം. അതിൽ പ്രതിക്കൂട്ടിൽ തീർച്ചയായിട്ടും BJP ഗവൺമെന്റ് നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. 2, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2014 മുന്നേ CBSE അടക്കമുള്ളവ UGC ഒരു കോളേജിൽ പഠിപ്പിക്കാനുള്ള അടിസ്ഥാന യോഗ്യത ഉള്ള UGC നെറ്റ് അടക്കമുള്ള പരീക്ഷകൾ നടക്കുന്ന രീതി കൂടി അഭിലാഷ് ഇപ്പൊ നോക്കണം. ഞാനൊരു സോഷ്യോളജി അധ്യാപകനാണ്. ഈ കഴിഞ്ഞ സോഷ്യോളജി നെറ്റ് പരീക്ഷയ്ക്കകത്ത് അക്ഷരത്തെറ്റുകൾ എന്നല്ല നമ്മൾ അവരെ വിളിക്കേണ്ടത്. പാർസൺ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റിനെ പൗസൺ എന്നാണ് വിളിക്കുന്നത്. ഗുറേ എന്ന് പറയുന്ന ഇന്ത്യൻ സോഷ്യോളജിസ്റ്റിനെ ഗുനിയ എന്നാണ് വിളിക്കുന്നത്. AR ദേശായി AK ദേശായി എന്നും റിറ്റ്സലിനെ പത്സർ എന്നുമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ 50%-ലധികം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിറയെ പിശക്കുകളാണ്. ഗ്രാമാറ്റിക്കൽ എറേഴ്സ് മാത്രമല്ല, നിരന്തരം ഹിന്ദിവാദം ഉയർത്തുന്ന BJP ഉണ്ടല്ലോ. ഹിന്ദി ട്രാൻസ്ലേഷൻ ഉത്തരം ചോദ്യങ്ങൾ വായിച്ച വിദ്യാർത്ഥികൾക്ക്, ഹിന്ദി നാടുകളിൽ ഹിന്ദി ഭാഷ സംസാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആ പരീക്ഷ പോലും കൃത്യമായി എഴുതാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നത്. ഇംഗ്ലീഷ് പരീക്ഷയ്ക്കകത്ത്, സൈക്കോളജിയുടെ പരീക്ഷയ്ക്കകത്ത് 60-70% ചില കോച്ചിങ് സെന്ററുകൾ മാത്രം കൊടുക്കുന്ന ചോദ്യങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്.
മാസം 50,000 രൂപയോളം സ്റ്റൈഫൻഡ് വാങ്ങുന്ന 5 വർഷത്തേക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്ന തുടർന്ന് അധ്യാപകനാവാനുള്ള ഒരു യോഗ്യത നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് നടപ്പിലാക്കുന്ന ഒരു ഓട്ടോണമസ് ബോഡിയാണോ നടപ്പിലാക്കേണ്ടതെന്നുണ്ട്. പാർലമെന്റ് പാസ്സാക്കുന്ന യാതൊരു രീതിയിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയുമല്ലാത്ത NTA പോലുള്ള ഒരു ബോഡി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇവർ അനിശ്ചിതത്തിലാക്കുന്നത്. ഇത് ഇന്നത്തെ ഇന്ത്യയെ സവർണവൽക്കരിച്ചു കൊണ്ടിരിക്കുന്ന, സാഫ്രണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഒറ്റ കാര്യം കൂടെ അഭിലാഷ്, നോക്കൂ, ഇവിടെ UGC റെഗുലേഷൻ, കാസ്റ്റിനെതിരെയുള്ള UGC റെഗുലേഷനെതിരെ സമരം നടന്ന എത്ര വിദ്യാർത്ഥികൾക്ക് കാഷ്വാലിറ്റി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്? ഈ രീതിയിൽ എത്ര വിദ്യാർത്ഥികളെ മെട്രോ അടിച്ചുകൊണ്ട് ഇവർ ഇതാക്കിയിട്ടുണ്ട്? എത്ര സോനം വാങ്ചുരിന്റെ ഭാര്യയുടെ മുടി പിടിച്ചു വലിച്ച പോലെ എത്ര പേർക്ക് ഈ പ്രശ്നം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്? ധർമ്മേന്ദ്ര പ്രസാദ് അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞത് ഇതിനകത്ത് കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ളതാണ്. കോടതി ഉത്തരവ്, ഇന്റർവ്യൂ ഓർഡറും കൂടെ വന്നതോടുകൂടി കൃത്യമായ നടപടി ഉണ്ടായി. ആ വിദ്യാർത്ഥികൾക്ക് ഒരു അന്തസ്സും ഇവിടെ സമരം ചെയ്യുന്ന മറ്റു വിദ്യാർത്ഥികളോട് മറ്റൊരു അന്തസ്സും ഇരട്ട നീതിയും കാണിക്കുന്ന ഭരണകൂടം വളരെ കൃത്യമായി കൊണ്ട് അവർക്ക് വേണ്ട വിദ്യാർത്ഥികളും വേണ്ടാത്ത വിദ്യാർത്ഥികളുമായി തരംതിരിക്കുന്നുണ്ട്. ശരി.